അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മോദിയില്ല ഇതും പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ കരച്ചിലാണ്. ഇത് കുറേ നാളായി തുടങ്ങിയിട്ട് കരച്ചിൽ. കാരണം മോദി ഉണ്ടാവില്ല എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ വിവരം വന്നതോടുകൂടി കരച്ചിലുകളുടെ ആരംഭമുണ്ടായിരുന്നു. ഇന്നലെ അത് മൂർധന്യാവസ്ഥയിലെത്തി. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മോദി ഉണ്ടായിരുന്നെങ്കിൽ അതെവിടെയും പറയില്ല, ഒരു കാര്യവുമില്ല. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് മോദി ഇല്ലാത്തത്, എന്തുകൊണ്ടാണ് മോദി പോവാത്തത് എന്നൊക്കെ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കറിന് എങ്ങനെയാണ് അവിടെ കിട്ടിയ ട്രീറ്റ് എന്നുള്ളത് നമ്മളൊന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് ഇന്ത്യയുടെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണവും അടയാളമായിരുന്നു എന്ന് ഞാൻ പറയും. എന്താണ് ഇന്ത്യയുടെ പവർ അതെന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ കിടന്ന് ഈ കരഞ്ഞു വിളിക്കുന്ന സുഡാപ്പികൾ, കൊങ്ങികൾ, കമ്മികൾ, അതായത് നിലവിളിച്ച് ശബ്ദമുണ്ടാക്കുന്ന മോദിയെ വിളിച്ചില്ല, അംബാനിയെ വരെ വിളിച്ചു എന്നിട്ട് മോദിയെ വിളിച്ചില്ല എന്ന് പറയുന്നിടത്ത് ഇന്ത്യക്ക് കിട്ടിയൊരു പവർ, അത് ട്രംപ് എങ്ങനെയാണ് ഇന്ത്യയെ കാണുന്നത്, മോദിയോടുള്ള ട്രംപിൻ്റെ സ്നേഹം എങ്ങനെയാണ് ഇന്ത്യൻ പ്രതിനിധിയോട് കാണിച്ചത് എന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ ഇന്നലെ ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മളെയൊക്കെ ബ്രിട്ടീഷുകാർ, വെള്ളക്കാർ ഭരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു തെറ്റും പറയാനില്ല. കാരണം വിവരദോഷികളായ ഈ കുറേ ആളുകളുണ്ടല്ലോ. അപ്പോൾ ഇവരെയൊക്കെ ഭരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് നമുക്ക് ചില ആളുകളുടെ കമൻറ്റുകളും ഇത്തരം വർത്തമാനങ്ങളും കരച്ചിലുകളും നിലവിളികളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും എന്നുള്ളതാണ്. ട്രംപ് ഇപ്പോൾ എല്ലാ രാജ്യത്തെയും പ്രധാനമന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും വിദേശകാര്യ മന്ത്രിമാരെയും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ മോദിയെ വിളിച്ചിട്ടുണ്ട്. മോദിക്ക് വരാൻ അസൗകര്യമുള്ളത് കൊണ്ട് നമ്മുടെ വിദേശകാര്യമന്ത്രിയായ ഏറ്റവും ശക്തനായ വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കറിനെയാണ് അദ്ദേഹം അയച്ചത്. അദ്ദേഹമാണ് പ്രതിനിധിയായി ചെന്നത്. അത് ഒരു കാര്യം കൂടി പറയാം. എന്തുകൊണ്ട് മോദി പോയില്ല, മോദിയെ വിളിക്കാത്തത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് ഉറ്റ സുഹൃത്തിൻ്റെ കാര്യത്തിൽ മോദി പോകാഞ്ഞത് എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അവിടെ ചില സ്വകാര്യമായ ചില ചടങ്ങുകൾ, ചില കാര്യങ്ങൾ അത് നമ്മൾ വെളിപ്പെടുത്തേണ്ടതില്ല. പക്ഷെ മോദി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലാണുള്ളത്. അദ്ദേഹത്തിന് അത് മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ പോകാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില വിശ്വാസങ്ങളോ അല്ലെങ്കിൽ എന്തോ ആവട്ടെ, അത് മാറ്റിവെച്ച് പോകാൻ അദ്ദേഹത്തിന് ഇപ്പോൾ പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പോവാത്തത്. അത് അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട്. അത് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയാണ് അവിടെ നടക്കുന്നത്. അവിടെ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ചെന്നാലും ഓസ്ട്രേലിയയിലോ ജപ്പാനിലെയോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളിലോ പ്രധാനമന്ത്രിമാർ ചെന്നാൽ അവിടെ എന്താണ് ചെയ്യുന്നത്? കെട്ടിപ്പിടിക്കുക, ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, കൺഗ്രാറ്റുലേഷൻസ് പറയുക, അവിടെ ഇരിക്കുക, മുൻനിര സീറ്റിൽ എവിടെയെങ്കിലും ഇരിക്കുക. ഇത്രയല്ലേ സംഭവിക്കാനുള്ളൂ. അമേരിക്കയെക്കുറിച്ച് ഒരു തീവ്ര നാഷണലിസ്റ്റാണ് ട്രംപ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ എത്രത്തോളം വലുതാക്കാൻ ശ്രമിക്കുമോ അത്രത്തോളം വലുതാക്കാനുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ചുമ്മാ കേട്ടുകൊണ്ടിരുന്ന് കൈയടിക്കുക എന്ന് മാത്രമാണ് നമ്മൾ പോയാൽ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി പോയാൽ ചെയ്യാൻ പറ്റുന്നത്. മറ്റൊരു രാജ്യത്തെ പോഴ്ത്തുന്നത് കേൾക്കാൻ അല്ലെങ്കിൽ മറ്റൊരു രാജ്യം എൻ്റെ രാജ്യം ഇങ്ങനെയാണ്, എൻ്റെ രാജ്യം ഭയങ്കര സമ്പന്നമാണ് അത് എന്നൊക്കെ പറയുന്നത് ഇരുന്ന് കേൾക്കാൻ എന്തായാലും മോദി പോകില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെ. എത്ര സ്നേഹബന്ധമുണ്ടെങ്കിലും പറയാനുള്ളത് മോദി പറയുക തന്നെ ചെയ്യും, പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ആ നിലപാടൊരിക്കൽ ട്രംപ് നേരിട്ട് കണ്ടതുമാണ്. നമ്മുടെ അഭിനന്ദ് വർദ്ധമാനെ പാകിസ്ഥാൻ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് ഞങ്ങൾ ഇടപെടാം എന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ വേണ്ട, 24 മണിക്കൂർ സമയം ഞാൻ കൊടുത്തിട്ടുണ്ട്, എൻ്റെ സൈനികൻ വാഗാ അതിർത്തിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്നില്ല എങ്കിൽ പാകിസ്ഥാന് എൻ്റെ സൈന്യവും ഞാനും ആരാണെന്ന് കാണിച്ചു കൊടുക്കും, അതുകൊണ്ട് എനിക്ക് ആരുടെ സഹായവും വേണ്ട എന്ന് പറഞ്ഞത് 24 മണിക്കൂർ ആവുന്നതിന് മുന്നേ മുള്ളിക്കൊണ്ട് പാകിസ്ഥാൻ അഭിനന്ദ് വർദ്ധമാനെ തിരിച്ചു വിട്ടു എന്നുള്ളതാണ്. അതും അദ്ദേഹത്തെ ശാരീരികമായ വലിയ ഉപദ്രവങ്ങളൊന്നും നടത്തിയില്ല. മോദിയെ ഭയന്നിട്ട് പാകിസ്ഥാൻ. മാത്രമല്ല അദ്ദേഹം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ കോൾ ഭാര്യയ്ക്ക് ചെയ്തപ്പോൾ ഭാര്യ ചോദിച്ചത് ആ ചായ നല്ല ചായയാണെന്ന് പറഞ്ഞപ്പോൾ ആ ചായയുടെ റെസിപ്പി കൂടി വാങ്ങിക്കൊണ്ട് വേണം വരാൻ എന്ന് കൂളായി പറഞ്ഞ ഭാര്യയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ട്രംപിനെയും ഭയമില്ല, ലോകത്തെ ഒരു രാജ്യങ്ങളെ പ്രധാനമന്ത്രിമാരെയും ഭയമില്ല. കാരണം ഇന്ത്യ അത്രത്തോളം പ്രതിരോധ മേഖലയിലും സമ്പദ് മേഖലയിലും എല്ലാ മേഖലയിലും ഇന്ത്യ കുതിച്ചുയരുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് നമ്മുടെ പ്രധാനമന്ത്രി പോകേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ ട്രംപും ഇന്ത്യയും തമ്മിൽ നല്ല ചേർച്ചയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോകാൻ
മറ്റൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇരുന്ന് ആ രാജ്യത്തെക്കുറിച്ച് പറയുന്നത് കേട്ട് കൈയടിച്ച് സന്തോഷപ്പെട്ട് വരേണ്ട ആവശ്യം നമ്മുടെ പ്രധാനമന്ത്രിക്കില്ല എന്നുള്ളതെങ്കിലും ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് സ്വകാര്യമായ ചില കാര്യങ്ങൾ അദ്ദേഹത്തിനുള്ളത് കൊണ്ടും അദ്ദേഹം പോയില്ല. പക്ഷെ അദ്ദേഹം വിട്ടു വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കറിനെ. വളരെ ചുരുക്കം നേതാക്കളുടെ വിദേശകാര്യമന്ത്രിമാർ മാത്രമാണ് ഇന്നലെ ട്രംപിന്റെ പരിപാടിയിൽ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയത് എന്നുള്ളതാണ്. അതിൽ ജാപ്പനീസ് ഉണ്ട്, ഓസ്ട്രേലിയ ഇവരൊക്കെ മൂന്നാമത്തെ നിരയിലാണ് ഇരുന്നത്. ഈ ജാപ്പനീസ്, ഓസ്ട്രേലിയ, മറ്റ് രാഷ്ട്രങ്ങളിലെ ഒക്കെ വിദേശകാര്യ മന്ത്രിമാരെല്ലാം ഇരുന്നത് മൂന്നാമത്തെ റോയിലാണ്. പക്ഷേ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇരുന്നത് ട്രംപ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ ഇരുത്തുന്ന ഒന്നാമത്തെ നിരയിലാണ് എസ് ജയശങ്കർ ഇരുന്നത്. അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംശയമുള്ള ഏത് സിംഗങ്ങൾക്കും അത് പരിശോധിക്കാം. ആ ചിത്രങ്ങൾ ഞങ്ങളിവിടെ കാണിക്കുന്നുമുണ്ട്. അപ്പോൾ എത്രത്തോളം പരിഗണനയാണ് ട്രംപ് ഇന്ത്യക്ക് നൽകുന്നത്. മോദി വന്നില്ല എങ്കിൽ പോലും മോദി അയച്ച ഒരു വിദേശകാര്യ മന്ത്രിക്ക്, ഒരു പ്രതിനിധിക്ക് ട്രംപ് കൊടുക്കുന്ന ആ ഒരു സ്ഥാനം എത്രമാത്രമാണ് എന്നുള്ളത് ആ ഒന്നാമത്തെ നിരയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അദ്ദേഹം ഇരുന്നത് ഇക്വഡോർ ഭരണാധികാരിയായ ഡാനിയൽ നൊബാവോ ഇരുന്ന സ്ഥലത്താണ് എസ് ജയശങ്കർ എന്ന് പറയുന്ന ഇന്ത്യൻ പ്രതിനിധി ഇരുന്നത്. പ്രോട്ടോകോൾ പ്രകാരം അത് ലംഘനമാണ്. പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെ ഇരിക്കാൻ പാടില്ല. പക്ഷേ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ട്രംപ് ഇന്ത്യൻ പ്രതിനിധിയെ അദ്ദേഹത്തെ ഇക്വഡോർ ഭരണാധികാരിയുടെ അടുത്തിരുത്തിയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ട്രംപിന് മറ്റു രാജ്യങ്ങളെക്കാൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യ എന്നുള്ളത്, ഇന്ത്യയുടെ പവർ എന്താണെന്നുള്ളത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇനി നിലവിളിക്കുന്നവർ ആദ്യം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് അന്താരാഷ്ട്ര വേദികളിൽ എപ്പോഴും വിദേശകാര്യ മന്ത്രിമാർ പിന്നിലാണിരിക്കുന്നത്. പ്രസിഡന്റുമാരുടെയോ പ്രധാനമന്ത്രിമാരുടെയോ അടുത്തൊന്നും ഇരിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു പ്രോട്ടോകോൾ നിയമമാണ്. ആ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടാണ് ജയശങ്കറെ പ്രോട്ടോകോൾ ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല, എനിക്ക് ഇന്ത്യയാണ് ഇമ്പോർട്ടൻ്റ്, ഇന്ത്യക്ക് എൻ്റെ ഫ്രണ്ട് മോദി അയച്ച ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു പ്രതിനിധി എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിച്ച് അദ്ദേഹത്തിന് ഏറ്റവും ഉയർന്ന സ്ഥാനം നൽകി അദ്ദേഹത്തിന് ഇരിപ്പിടം നൽകുക എന്നുള്ളതാണ് എൻ്റെ കടമ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ട്രംപ് അത് ചെയ്തത്. അപ്പോൾ ഇന്ത്യയോടുള്ള ട്രംപിൻ്റെ ഇതിനു മുന്നേ ഉള്ള സർക്കാരുകൾക്കൊന്നും അമേരിക്ക കൊടുക്കാത്ത ഒരു സ്ഥാനമാണ് ഇപ്പോഴുള്ള സർക്കാരിന്, ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന BJP സർക്കാരിന് കൊടുക്കുന്നത് എന്നുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജയശങ്കർ മുൻനിരയിൽ ഇരിക്കുമ്പോൾ ട്രംപ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, തീവ്രവാദപരമായ കാര്യങ്ങളും ഒക്കെ ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് ജയശങ്കർ എണീറ്റ് നിന്ന് കൈയടിക്കുന്നത്. ഇന്ത്യക്ക് താല്പര്യമില്ലാത്ത, ഇന്ത്യയെ ബാധിക്കാത്ത, ഇന്ത്യക്ക് ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു കാര്യങ്ങളിലും ജയശങ്കർ എണീറ്റ് നിന്ന് കൈയടിക്കുന്നില്ല എന്നുള്ളതാണ് ജയശങ്കറിൻ്റെ പ്രിവിലേജ് വ്യക്തമാക്കുന്നത്. കാരണം ഒരു ലോക നേതാവായ അല്ലെങ്കിൽ അമേരിക്കയുടെ സ്ഥാനാധിപതിയായ ട്രംപ് എന്ത് പറഞ്ഞാലും എണീറ്റ് നിന്ന് കൈയടിക്കണം, അല്ലെങ്കിൽ എന്ത് തോന്നുമെന്നൊക്കെ ആളുകൾ ചിന്തിക്കും. പക്ഷെ അവിടെയാണ് ജയശങ്കറിനെ പോലുള്ളവരൊക്കെ വ്യത്യസ്തരാകുന്നത്. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ മാത്രമേ മോദി എടുക്കുന്ന അതേ നിലപാട്, ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യൂ, അതിലപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്, അതിൽ നിങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യങ്ങളിലോ നിങ്ങളുടെ രാജ്യത്തിൻ്റെ മറ്റു താല്പര്യങ്ങളിലോ ഞങ്ങൾക്ക് കൈകടത്തേണ്ടതിൻ്റെ ആവശ്യകതയില്ല. ഞങ്ങൾക്ക് തീവ്രവാദത്തെ മുച്ചൂട് മുടിക്കുക, അതിന് രാജ്യങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുമെങ്കിൽ അതിന് ഇരു കൈയും നീട്ടി ആ രാജ്യങ്ങളെ ഞങ്ങൾ സ്വീകരിക്കും, അവർക്കൊപ്പം നിൽക്കും, അതിന് ഞങ്ങൾ കൈയടിക്കും. അല്ലാതെ നിങ്ങളുടെ രാജ്യത്തിലെ സമ്പദ് വ്യവസ്ഥയോ അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിലെ താല്പര്യങ്ങളോ നിങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളോ നിങ്ങളുടെ മറ്റു പ്രവർത്തനങ്ങളെയോ ഞങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല, അത് നിങ്ങളുടെ മാത്രം കാര്യമാണ് എന്ന് കൃത്യമായി ജയശങ്കർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപിനെ എന്നുള്ളതാണ്. എന്തായാലും എല്ലാവരും അമേരിക്ക എന്ന് പറയുന്നത് ലോക പോലീസാണ്, എല്ലാവരും അമേരിക്കയിൽ എത്തണം എന്നാണ് ആഗ്രഹം, എല്ലാവരുടെ ആഗ്രഹം അമേരിക്കയിൽ എത്തണം എന്നുള്ളതാണ്. പക്ഷേ
ഇന്ത്യ എത്രത്തോളം വലുതാണ്, മോദിയെ വിളിച്ചില്ലെങ്കിലും ജയശങ്കർ അമേരിക്ക നൽകിയ സ്ഥാനം എന്താണ് എന്നുള്ളത് കൃത്യമായി തന്നെ. മോദിയെ വിളിക്കാത്തതല്ല, അല്ല, മോദിയെ വിളിച്ചു, പക്ഷെ മോദി എന്തുകൊണ്ട് പോയില്ല? പറയുന്നത് മോദിയെ വിളിച്ചില്ല എന്ന്. മോദിയെ വിളിച്ചില്ല, പകരം ജയശങ്കറിനെ. ഈ പറയുന്ന വിവരദോഷികൾക്ക് ചിന്തിക്കാൻ പാടില്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു പ്രതിനിധിയായ വിദേശകാര്യമന്ത്രിയെ ജയശങ്കർ പോകുന്നത്? അത്ര പോലും ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത ആളുകളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ നിലവിളിച്ചോ, കുഴപ്പമില്ല, ആ ശബ്ദം കൂടി ഇട്ട് നിലവിളിച്ചോ. അതെ.